ഒരു വർഷത്തോളം ഏകദേശം ഒരു വർഷത്തോളം ഒരാളെ പേര് ഞാൻ ചോദിക്കാതെ അയാളായിട്ട് കമ്പനി ആയിട്ട് നടന്നിട്ടുണ്ട്. അപ്പൊ ഒരു പേരറിയാത്ത കഥ കേട്ടാലോ. അതായത് നിങ്ങൾ ഈ ആൾക്കാരായിട്ട് കമ്പനി ആകുമ്പോൾ അവരെ പേരറിഞ്ഞിട്ടാണ് കമ്പനി ആവാറ്. പക്ഷെ എനിക്കൊരു സ്വഭാവമുണ്ട്, എനിക്ക് ആൾക്കാരെ പേരറിഞ്ഞിട്ടില്ലെങ്കിലും ചിലപ്പോൾ ഞാൻ അവരായിട്ട് കമ്പനിയായി പോകും, ലൈക്ക് സംസാരിച്ചിട്ട് കമ്പനിയായി പോകും. എപ്പോഴും ഇല്ല കേട്ടോ, സംടൈംസ് എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. ഞാൻ അങ്ങോട്ട് സംസാരിച്ച് കമ്പനി ആകും, പിന്നെയാവും ഞാൻ ആലോചിക്കാം ഞാൻ അവരെ പേര് ചോദിച്ചില്ലല്ലോ, ഇനി അവരുടെ പേര് ഞാൻ ചോദിക്കാന്ന് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അവർ വീണ്ടും കണ്ടോളണമെന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആളെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു പേര് ചിലപ്പോൾ ഞാൻ ഒരുപാട് കാലത്തേക്ക് ഓർത്ത് വെച്ചോളണമെന്നില്ല. ലൈക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, എന്റെ മെമ്മറിയിൽ ഈ പേര്, ഫേസ്, ഈ സംഭവങ്ങളൊന്നും ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കാറില്ല. എന്റെ മെമ്മറിയിൽ അതിനുള്ള സ്പേസ് ഇല്ല തോന്നുന്നുണ്ട്. പെട്ടെന്ന് ഇതൊക്കെ ഞാൻ മറന്നുപോകും. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചാലും ഓർത്ത് വെക്കണമെന്നില്ല. ഈ ഒരു സംഭവം നല്ലൊരു ക്വാളിറ്റി നല്ലതായിട്ട് ഞാൻ പറയുന്നത്. എന്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഇത്. അതായത് ആൾക്കാരെ കണ്ട അവർ പേര് ചോദിക്കില്ല, പേര് ചോദിച്ചാൽ അത് ഓർത്ത് വെക്കൂല, അവരുടെ ഫേസ് കണ്ടാലും അത് ഓർത്ത് വെക്കൂല. അങ്ങനെയുള്ള ഒരു സംഭവം എനിക്ക് ഇഷ്ടമല്ല എന്റെ കാര്യത്തിൽ. എനിവേ, ഇത് ഞാൻ ആ പേര് ചോദിക്കാത്ത സ്റ്റോറീസിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റോറിയാണ്. ലൈക്ക് ഞാൻ ഒരു വർഷത്തോളം ഏകദേശം ഒരു വർഷത്തോളം ഒരാളെ പേര് ഞാൻ ചോദിക്കാതെ അയാളായിട്ട് കമ്പനി ആയിട്ട് നടന്നിട്ടുണ്ട്. പിന്നെയാണ് അയാളെ പേര് എനിക്ക് അറിയില്ലല്ലോ എന്നുള്ള കാര്യം ഞാൻ ആലോചിക്കുന്നത്. പിന്നെ എനിക്ക് പോയിട്ട് പേര് ചോദിക്കാൻ പറ്റൂലല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനി സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് ഞാൻ പാർട്ട് 2 പറയും. ഇപ്പൊ തന്നെ വീഡിയോ ഒരുപാട് ലോങ് ആയിട്ടുണ്ടാവും.